സുധീർ, ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ചോളട്ടെ. ഇപ്പോൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഇടവേളയുടെ സമയത്താണ് ഞങ്ങളുടെ തന്നെ ഒരു സഹപ്രവർത്തകൻ ഇപ്പോൾ കുവൈറ്റിലാണ് പോയിട്ടുണ്ട്, വിനോദ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് വിസയിൽ പോയതാണ്. ആ വിസിറ്റിംഗ് വിസ കാലാവധി കഴിഞ്ഞിരിക്കുന്നു, മടങ്ങി വരാൻ കഴിയാത്ത സാഹചര്യം. ഇത് എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ചിരിക്കാൻ, ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അത്തരം ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? കുറേ കൂടി ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അവരെയൊക്കെ സംബന്ധിച്ച്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ടോ അത്തരം കേസുകൾ? അതിലെന്താണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾ എടുക്കുന്നൊരു നിലപാട്? വിസ കാലാവധി കഴിഞ്ഞവരുമൊക്കെ മടങ്ങി വരാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ? വിസിറ്റിംഗ് വിസ, ടൂറിസ്റ്റ് വിസയ്ക്ക് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ വിസ എക്സ്പയർ ആയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവിടുത്തെ ഗവൺമെന്റ് അവർക്ക് സൗജന്യമായി ഒരു മാസത്തെ വിസ റിന്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് വിസയുടെ കാര്യത്തിൽ അവർക്ക് പ്രശ്നമില്ല. ഏതായാലും വിമാനത്താവളം അല്ലെങ്കിൽ തുറക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് യാത്ര ചെയ്യാൻ കഴിയും. അത്യാവശ്യമുള്ളവർക്ക് സൗദി വഴിയും യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോ നോർക്കയുടെ ഒരു നിർദ്ദേശപ്രകാരം നമ്മളിവിടെ ഒരു നോർക്ക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. അതില് ലോക കേരള സഭാ അംഗങ്ങളുണ്ട്, വളണ്ടിയർമാര് 5 പേരടങ്ങുന്ന ഒരു ടീമുണ്ട്. അപ്പൊ നിരവധി കോളുകളാണ് പലരിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ചിലര് ഈ വിസയുടെ ായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാത്തവരുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത് അവർക്ക് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. അത്തരം നിരവധി കോളുകൾ വരുന്നുണ്ട്. എന്നാൽ പോലും ഇവിടെ എല്ലാവരും, ഒരുവിധം ആളുകളൊക്കെ തന്നെ ആ കാര്യത്തിലൊക്കെ ബോധവാന്മാരാണ്. നമുക്ക് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നുണ്ട്. അപ്പോ ഇവിടുത്തെ ഗവൺമെന്റ് വളരെ അനുഭാവപൂർവമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു സൗജന്യമായി വിസ ഒരു മാസത്തേക്ക് പുതുക്കി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം ആശങ്കകൾക്കൊന്നും ഇവിടെ ഇപ്പോൾ സാധ്യതയില്ല. എല്ലാ രാജ്യങ്ങളിലും അതുപോലുള്ള ഒരു സമീപനം സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.